നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഹിന്ദു പെൺകുട്ടികളെ ലവ് ജിഹാദിന് ഇരയാക്കിയെന്ന ഹിന്ദുക്കളുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത 10 പേരുടെ വീടുകൾ പൊളിക്കാൻ അധികൃതർ നോട്ടീസ് നൽകി. രാജസ്ഥാനിലെ ബീവർ ജില്ലയിലെ രാജ്നഗറിലാണ് സംഭവം. 5 ഹിന്ദു പെൺകുട്ടികളെ പ്രണയക്കണിയിൽ കൊടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ 19 മുതൽ 21 വയസ്സിനുള്ളിൽ പ്രായമുള്ള 7 പേരെയും പ്രായപൂർത്തിയാകാത്ത 3 പേരെയുമാണ് ഫെബ്രുവരി 17 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരെല്ലാം മുസ്ലിങ്ങളാണ്. സംഭവത്തെ തുടർന്ന് ആരോപണ വിധേയരുടെ വീടുകൾ പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വർ പ്രതിഷേധം ആരംഭിച്ചു. സംഘപരിവാർ സംഘടനയായ ABVP അജ്മീറിലും പ്രതിഷേധം നടത്തി. ഇതിനെ തുടർന്നാണ് വീടുകളുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ആരോപണ വിധേയരുടെ കുടുംബങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നോട്ടീസ് നൽകിയത്. രേഖകൾ ഉടൻ നൽകിയില്ലെങ്കിൽ പൊളിക്കൽ നടപടിയിലേക്ക് കടക്കുമെന്നും ചെലവ് ഉടമകളിൽ നിന്നും ഈടാക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. ഇതിനുശേഷം ഫെബ്രുവരി 20 പ്രദേശത്തെ 100 വർഷത്തിലധികം പഴക്കമുള്ള രാജ്നഗർ ജാമിയ മസ്ജിദിന് നോട്ടീസ് നൽകി. ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന രേഖകൾ 3 ദിവസത്തിനകം നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. രേഖകൾ നൽകിയില്ലെങ്കിൽ രാജസ്ഥാൻ മുനിസിപ്പാലിറ്റി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം പൊളിക്കൽ നടപടി സ്വീകരിക്കും. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ നടത്തിയ അന്വേഷണമാണ് പരാതികൾക്കും കേസിനും കാരണമെന്ന് DSP സഞ്ജൻ സിംഗ് പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിതയിലെയും പോക്സോ നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പ്രദേശത്തെ ഒരു ഖബറിസ്ഥാനും മുനിസിപ്പാലിറ്റി അധികൃതർ പൊളിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിജയനഗറിലെ ബുൾഡോസർ നടപടികൾ നിർത്തിവെക്കണമെന്ന് പൗരാവകാശ സംഘടനയായ PUCL ആവശ്യപ്പെട്ടു.